വാടാ. എന്താ പറ്റിയേ? മുഖം വാടിയിരിക്കുന്നല്ലോ, ഒരു വയ്യായ്മ പോലെ. എന്നിട്ട് ഞാൻ ഇനി യേശുവിനെ കുറിച്ച് ആരോടും പറയത്തില്ല. മതിയായി എനിക്ക് ഈ അപമാനം നിന്നേ കഷ്ടതയൊക്കെ. എന്താടാ പറ്റിയേ? എന്താ വിഷയം? നീ കാര്യം ക്ലിയർ ആയിട്ട് പറ. എന്തു പറ്റി? ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. എടാ, എത്ര ദിവസം നിങ്ങളെ ഞാൻ ചർച്ചിലേക്ക് വിളിക്കുന്നു. ഇന്നെങ്കിലും ഒരു ദിവസം എൻ്റെ കൂടെ ചർച്ചിലേക്ക് വന്നൂടെ? യേശുവിനെ സ്വീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കത്തുള്ളൂ. വാടാ, അല്ലെങ്കിൽ നരകമായിരിക്കും. ഇന്നെങ്കിലും എൻ്റെ ചർച്ചിലേക്ക് ഒന്ന് വാടാ. എടാ, ഇവൻ എന്താ ഇങ്ങനെ യേശു 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 പണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതേടാ, ഇവ എപ്പോഴും അല്ലെലുയ അല്ലെലുയ സ്വോത്രം തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നതാ. എടാ, ഇന്ന് 6 മണിക്ക് സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകണം കേട്ടോ. എടാ, ഇവൻ എന്തിനാ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പൈസ കളഞ്ഞ? ഇവൻ വന്ന് യേശു ദേഷ്യപ്പെടും. യേശു നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. എടാ, ഇവൻ എന്താ ഇങ്ങനെ യേശു യേശു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പോയ ഭ്രാന്ത്, അവന്റെ യേശു നാണം ഉണ്ടോ? യേശു യേശു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ എന്നെ എത്രത്തോളം കളിയാക്കാമോ അത്രത്തോളം കളിയാക്കി നാണം കെടുത്തി വിട്ടു. ഛേ, ആ അപമാനവും കളിയാക്കലും എനിക്ക് കിട്ടാതെ പോയല്ലോ. അപമാനം കളിയാക്കൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നേ യേശു വിട്ട് പോയിട്ടുണ്ടാവും. എടാ, നീ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളൊന്നും എടുത്തേ. ഞാൻ വായിക്കാം, നീ അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ച് ഉല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. യേശുവിൻ്റെ വാക്കുകൾ നിമിത്തം അവർ നിന്നെ അപമാനിക്കുകയും നാണം കെടുത്തുകയും കളിയാക്കുകയും ചെയ്തു അല്ലേ? വചനം പറയുന്നു സന്തോഷിച്ച് ഉല്ലസിക്കാനാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? സ്വർഗത്തിൽ നമ്മുടെ പ്രതിഫലം വലുതാണ്. എൻ്റെ നാമനിമിത്തം ഉപദ്രവം സഹിക്കുന്നവർ എന്ന് വചനം പറയുന്നു. അപ്പോൾ യേശുവിൻ്റെ നാമനിമിത്തം യേശുവിനെ കുറിച്ച് പറഞ്ഞതിന് മുഖാന്തരം നീ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പ്രതിഫലം സ്വർഗത്തിൽ വലുതാണ്. അതോർത്ത് എന്ത് ചെയ്യണം? നമ്മൾ സന്തോഷിച്ച് ഉല്ലസിക്കണമെന്ന് വചനം പഠിപ്പിക്കുന്നു. ആഹാ, ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമുണ്ടോ? നോക്കട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി എത്ര അപമാനം സഹിക്കാൻ തയ്യാറാണ്. ചേട്ടാ, എനിക്ക് ഇനിയും കുറേ ഫ്രണ്ട്സുകളുണ്ട്. അവരോടെല്ലാം ഞാൻ യേശുവിനെ കുറിച്ച് ഇനി പറയാൻ പോകുകയാണ്. ഇനി ഇതിനു വേണ്ടി എത്ര അപമാനം ഞാൻ സഹിച്ചുകൊള്ളും. ആ അപമാനത്തിൻ്റെ കുറച്ച് എനിക്കും തരണേ.